ഫെബ്രുവരി 14 ഒരു വാലന്റൈൻസ് ഡേ കൂടി കടന്നുപോയിരിക്കുന്നു. പ്രണയിക്കുന്നവർക്ക് എല്ലാ ദിവസവും പ്രണയദിനമാണ്. ചിലർക്ക് പ്രണയദിനം പൊള്ളുന്ന ഓർമ്മകളുടേതു കൂടിയാണ്. കാലം എത്ര കഴിഞ്ഞാലും മറക്കാൻ ആഗ്രഹിക്കാത്ത 1000 ഓർമ്മകൾ. ഒരിക്കലും പ്രണയിക്കാത്തവർക്കാകട്ടെ ഇതൊക്കെ വെറും നേരം പോക്കും. വെറുതെ ഒരു പ്രണയലേഖനം. പ്രിയപ്പെട്ടവളെ, ഞാൻ അങ്ങനെ വിളിക്കുമ്പോൾ നിന്റെ കളിയാക്കിയുള്ള ആ ചിരി എനിക്ക് കാണാം. എന്നാലും ഞാൻ അങ്ങനെ തന്നെ തുടങ്ങട്ടെ. നമ്മൾ തമ്മിൽ കണ്ടിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിന്നെ വീണ്ടും ഓർക്കുവാൻ എന്താണ് കാരണമെന്ന് നീ വിചാരിക്കുന്നുണ്ടാവും. നിന്നെ ഒന്ന് ഓർമ്മിക്കാത്ത നിമിഷങ്ങൾ എനിക്ക് അന്യമായ കാലമുണ്ടായിരുന്നു. പ്രണയിക്കുന്നവരുടെയും പ്രണയം കൊതിക്കുന്നവരുടെയും മാത്രമായ ദിവസം ഈ വർഷവും കടന്നുപോയി. കൊഴിഞ്ഞുപോയ വർഷങ്ങളിലൂടെ മനസ്സറിയാതെ പിന്തിരിഞ്ഞു നടക്കുവാൻ അതൊരു കാരണമായി. മറക്കുവാൻ അത്ര എളുപ്പമല്ലല്ലോ. നിനക്കും അങ്ങനെയാവാൻ കഴിയില്ല എന്ന് ഉറപ്പുണ്ട്. ഒരു ആൾക്കൂട്ടത്തിനിടയിൽ വച്ചായിരുന്നു നമ്മൾ ആദ്യം കണ്ടത്. ഞാൻ ഇന്നും ഓർക്കുന്നു. നീല വേഷത്തിൽ ആരും ഒന്നും നോക്കിപ്പോകുന്ന ഭംഗിയുള്ള നിന്റെ രൂപം. കൂട്ടുകാരികളോടൊത്ത് ചിരിയും സംസാരവുമായി നീ നിൽക്കുമ്പോഴാണ് ആദ്യമായി നിന്നെ ഞാൻ കാണുന്നത്. സംസാരത്തിനിടെ ഇടത് കൈകൊണ്ട് നീ മെല്ലെ മുടിയിഴകൾ ഒതുക്കുന്നത് ഞാൻ നോക്കി നിന്നു. നമ്മൾ രണ്ടുപേരുടെയും സുഹൃത്തായ ഒരാൾ നിന്നെ എനിക്ക് പരിചയപ്പെടുത്തിയപ്പോൾ നീ വശ്യമായി ചിരിച്ചു. ചിരിക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന നിന്റെ നുണക്കുഴികൾ കാണുവാൻ എത്ര രസമായിരുന്നുവെന്ന് പിന്നീട് ഞാൻ തന്നെ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരുപാട് പേരുള്ളതിൽ നിന്നെ മാത്രം ശ്രദ്ധിച്ചതെന്ന് ഇപ്പോഴും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. നഗരത്തിലെ ഒരു ബുക്ക് ഷോപ്പിൽ വെച്ച് നമ്മൾ വീണ്ടും കണ്ടു. പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനിടയിൽ പരിചിതമായ ആ കണ്ണുകൾ ഞാൻ വീണ്ടും കണ്ടു. നീ എന്നെ നോക്കി ചിരിച്ചു. അതുവരെ ഒരു പെൺകുട്ടിയിലും കാണാത്ത എന്തോ ഒരു പ്രത്യേകത ആ ചിരിയിലുണ്ടായിരുന്നു. പുസ്തകങ്ങൾ വാങ്ങി നമ്മൾ രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുവാനായി തയ്യാറെടുക്കുമ്പോൾ വീണ്ടും നീ എൻ്റെ പേര് ചോദിച്ചു. എൻ്റെ പേര് നിനക്കറിയില്ല എന്ന് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ആദ്യ കൂടിക്കാഴ്ചയിൽ സുഹൃത്ത് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയെങ്കിലും നീ അത് മറന്നിരുന്നു. ഞാൻ എൻ്റെ പേര് പറഞ്ഞു. വീണ്ടും കാണാമെന്ന് പറഞ്ഞ് നമ്മൾ അന്ന് പിരിഞ്ഞു. നമ്മളെ പരിചയപ്പെടുത്തിയ സുഹൃത്തിനോട് നിന്നെ കണ്ട കാര്യം പറഞ്ഞു. അവനാണ് എന്നെ നിന്റെ പേര് പറഞ്ഞ് ആദ്യം കളിയാക്കിയത്. പിന്നീട് തമ്മിൽ കാണുമ്പോഴേക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ അവൻ വഴി നമ്മൾ രണ്ടുപേരും മനസ്സിലാക്കിയിരുന്നല്ലോ. പക്ഷേ നമ്മൾ കൂടുതൽ പരിചയപ്പെട്ടത് എന്നാണെന്ന് ഓർമ്മയുണ്ടോ? നീ സുഹൃത്തിനൊപ്പം അവളുടെ നാട്ടിലേക്ക് പോകുവാനായി റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ നമ്മൾ ഒരുമിച്ചുള്ള ആദ്യത്തെ യാത്ര. വർഷങ്ങളുടെ പരിചയമുള്ളവരെ പോലെയാണ് നമ്മൾ അന്ന് സംസാരിച്ചതെന്ന് പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നീ പഠിച്ച സ്കൂളിനെക്കുറിച്ചും വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചും നിന്റെ വീടിനെക്കുറിച്ചുമെല്ലാം ഏറെ നേരം സംസാരിച്ചു. എഴുത്തുകാരെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പത്മരാജനെയും മാധവിക്കുട്ടിയും ഒരുപാട് ഇഷ്ടമാണെന്ന് നീ അന്ന് പറഞ്ഞു. അവർ എനിക്കും പ്രിയപ്പെട്ടവരായിരുന്നു. പത്മരാജൻ്റെ കഥകളിലെ ലോലയാണ് എനിക്കേറെ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞപ്പോൾ നിന്റെ കണ്ണുകളിലെ തിളക്കം ഞാൻ കണ്ടു. പിന്നീട് പുസ്തകങ്ങൾ കൈമാറുവാനായി മാത്രം തമ്മിൽ കണ്ടത് എത്രയോ ദിവസങ്ങൾ. പക്ഷേ മനസ്സിലെ ഇഷ്ടത്തിൻ്റെ ആഴം പരസ്പരം മനസ്സിലാക്കിയത് എങ്ങനെയെന്ന് ഓർമ്മയുണ്ടോ? നീ ഒരു നീണ്ട അവധിക്കാലം ചെലവഴിക്കുവാനായി നാട്ടിലേക്ക് പോയി തിരിച്ചു വന്ന ആ തിങ്കളാഴ്ചയാണ് എന്നെ വീണ്ടും കാണണമെന്ന് പറഞ്ഞത്. അന്നാണ് നിന്റെ ഇഷ്ടം ആദ്യമായി നീ പറയാതെ പറഞ്ഞത്. ഞാൻ കാത്തിരുന്നതും അതിനുവേണ്ടിയായിരുന്നല്ലോ. അവധിക്കാലത്തിനിടയിൽ എന്നോ ഒരു ദിവസം പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു പുതിയ സുഹൃത്തിനെ കിട്ടിയെന്ന് നീ അനുജത്തിയോട് പറഞ്ഞു. സുഹൃത്ത് മാത്രമാണോ അതോ അതിനപ്പുറവും വളർന്നോ എന്നവൾ കളിയായി ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് നീ പറഞ്ഞെങ്കിലും അത് കളവാണെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയത് അന്നാണെന്ന് നീ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അന്ന് ഞാൻ തിരിച്ചു ചോദിച്ചത് ഓർമ്മയുണ്ടോ? സുഹൃത്തല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അതിന് മറുപടിയായി നീ പറഞ്ഞത് എന്നോട് ഇഷ്ടമുണ്ടെന്നല്ല, നാട്ടിലായിരുന്ന ദിവസങ്ങളിൽ എന്നെ മിസ് ചെയ്തു എന്നായിരുന്നു. വെറുതെ മിസ് ചെയ്തതേ ഉള്ളോ എന്ന് ചോദിച്ചപ്പോൾ നീ പറഞ്ഞു, അല്ല, ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞു.
എൻ്റെ ഹൃദയം അന്ന് എത്ര ഉച്ചത്തിൽ മിടിച്ചിരുന്നു എന്ന് നിനക്കൊരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നീട് ഓരോ ദിവസവും ഹോസ്റ്റലിൽ നിന്ന് നീ എന്നെ വിളിച്ചു. സ്വയം മറന്ന് പരസ്പരം ഹൃദയം പങ്കിട്ട എത്രയോ ദിവസങ്ങൾ. നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ പോലും അറിയാതെ നഗരത്തിലെ ലൈബ്രറികളിലും ബുക്ക് ഷോപ്പുകളിലും നമ്മൾ കണ്ടുമുട്ടി. പറഞ്ഞു തീരാത്ത കഥകളുമായി നീ സംസാരിച്ചു കൊണ്ടേയിരിക്കുമായിരുന്നു. നിന്റെ സാമീപ്യത്തിലലിഞ്ഞ് ഞാനും. ഞാൻ ജോലിയിൽ പ്രവേശിക്കുവാൻ ഒരുങ്ങിയ ആദ്യ ദിവസം, അന്ന് നീ എന്നോട് പറയാതെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചത് ഓർമ്മയുണ്ടോ? ഒരിക്കലും പുലർച്ചെ എഴുന്നേൽക്കാറില്ലാത്ത നീ എനിക്ക് വേണ്ടി ക്ഷേത്രത്തിൽ പോയി പ്രസാദവുമായി എന്നെ കാത്തുനിന്നു. അത് പറഞ്ഞ് നിന്റെ കൂട്ടുകാരികൾ നിന്നെ ദിവസങ്ങളോളം കളിയാക്കിയിരുന്നു. ഞാനന്ന് അനുഭവിച്ച ആനന്ദം പറഞ്ഞറിയിക്കാൻ ഇന്നും കഴിയില്ല. പക്ഷേ ഉള്ളിലെ സന്തോഷം പുറത്ത് പ്രകടിപ്പിക്കാത്ത എന്നെ നോക്കി സ്നേഹം പ്രകടിപ്പിക്കുവാൻ അറിയാത്ത ആൺവർഗത്തെക്കുറിച്ച് നീ പരിതപിച്ചതോർത്ത് ചിരിച്ചിട്ടുണ്ട് ഞാൻ. ഒരു പ്രണയദിനത്തിന് സുഹൃത്തുക്കൾ കാർഡുകളും റോസാപ്പൂക്കളും കിട്ടിയ കഥ പറയുമ്പോൾ നിനക്ക് ഞാൻ തന്നത് പ്രിയ കഥാകാരൻ പത്മരാജൻ്റെ സമാഹാരമാണ്. ഒരു പ്രണയലേഖനം പോലും കൈമാറാതെ പുസ്തകം സമ്മാനമായി തന്നതിന് നീ എന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. പിന്നെയും എത്ര നാൾ നമ്മൾ കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. നിന്റെ കഥകളും പൊട്ടിച്ചിരികളും ഇല്ലാത്ത ദിവസങ്ങൾ അക്കാലത്തില്ലായിരുന്നു. ഞായറാഴ്ചകളിൽ നമ്മുടെ ദിവസങ്ങൾ എത്ര രസമായിരുന്നു. പള്ളിയിൽ പോയിരുന്ന കൂട്ടുകാരിക്ക് കൂട്ടിനായി നീ വരുമ്പോൾ നമ്മൾ അവിടുത്തെ കൽപ്പടവുകളിലിരുന്ന് നമ്മുടെ ഭാവി ജീവിതം സ്വപ്നം കണ്ടു. നമ്മൾ ഒരുമിച്ചുള്ള ജീവിതവും നമ്മുടെ കുട്ടികളും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വീടും, എന്തിന് നമുക്കുണ്ടാകുവാൻ പോകുന്ന കുട്ടികൾക്കിടുവാനുള്ള പേരുകൾ വരെ നമ്മൾ അന്നേ തീരുമാനിച്ചിരുന്നു. അങ്ങനെ സങ്കല്പത്തിലെ സ്നേഹമാളിക പണിതീർത്ത നാളുകൾ. ഒരിക്കൽ ഒരു ഞായറാഴ്ച കൂടെ ജോലി ചെയ്യുന്ന സുഹൃത്തിൻ്റെ വിവാഹത്തിന് ഞാൻ പോയപ്പോൾ തമ്മിൽ കാണുവാൻ പറ്റാതെ അന്ന് ആദ്യമായി നീ പിണങ്ങി. ആ രാത്രി ഫോണിൽ വിളിച്ചപ്പോൾ നീ പരിഭവത്തോടെ പറഞ്ഞു, ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും നീ സ്നേഹിക്കുന്നത് എന്നെയാണെന്ന്. ഞാൻ അന്ന് ഉറങ്ങിയതേയില്ല. അതുവരെ നേടാത്തതെന്തോ നേടിയ സന്തോഷമായിരുന്നു എനിക്ക്. വീണ്ടും മറ്റൊരവധിക്കാലം. അത്തവണ പോയി വന്നതിന് ശേഷം നീ എന്നെ വിളിച്ചില്ല. നിന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴം ഞാൻ എന്നെ തന്നെ ബോധ്യപ്പെടുത്തിയത് ആ ദിവസമാണ്. നിന്നെ എത്രമാത്രം ഭ്രാന്തമായി സ്നേഹിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങി. പിറ്റേന്ന് ഞാൻ കാണാൻ വരുമ്പോൾ നീ മൗനത്തോടെ ഇരുന്നു. എന്തു പറ്റിയെന്ന് ഞാൻ ആവർത്തിച്ച് ചോദിച്ചിട്ടും നീ ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ ഞാൻ പോകാൻ ഒരുങ്ങുമ്പോൾ നീ എന്നെ നോക്കിയത് ഇപ്പോഴും ഓർമ്മയുണ്ട്. നീ എന്തോ ഒളിക്കുന്നുവെന്ന് ആദ്യമായി അന്ന് എനിക്ക് തോന്നി. അവസാനവട്ട പരീക്ഷയുടെ ദിനങ്ങളെത്തി. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിന്നെ ശല്യപ്പെടുത്താതിരിക്കുവാൻ ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് മറ്റൊരു ഞായറാഴ്ചയാണ്. അമ്മയുമായി വഴക്കുണ്ടായ കാര്യം അന്നാണ് നീ പറയുന്നത്. പുസ്തകത്താളുകൾക്കിടയിൽ നിന്ന് ഞാൻ എഴുതിയ കുറിപ്പുകൾ അനുജത്തി കണ്ടുപിടിച്ചതും അവളത് അമ്മയോട് പറഞ്ഞതുമെല്ലാം. വീട്ടിൽ അത് വലിയ കലഹത്തിന് തുടക്കമിട്ടു. വഴക്കൊഴിയാത്ത ദിവസങ്ങളില്ലെന്നായി. ആ സാഹചര്യം നിന്നെ എത്രമാത്രം മാനസികമായി തകർത്തിരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളിരുവരും ഏറെ നേരം മിണ്ടാതെ നിന്നു. നീ അതിനുശേഷം മെല്ലെ ചോദിച്ചു, ഇങ്ങനെ എത്ര നാൾ? നമുക്കിനിയും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, ശരിയല്ല എന്ന്. എൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അറിയുവാനുള്ള ഒരു ചോദ്യമായി മാത്രമേ ഞാൻ അതിനെ കണ്ടുള്ളൂ. പക്ഷേ ആ ചോദ്യമുയർത്തിയ ആഘാതം എത്രയെന്ന് പിന്നീട് ഞാൻ അനുഭവിച്ചറിഞ്ഞു. പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ പോയതിനു ശേഷം നീ എന്നെ വിളിച്ചതേയില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ഹോസ്റ്റൽ ജീവിതം മതിയാക്കി നീ നാട്ടിലേക്ക് മടങ്ങാനൊരുങ്ങുമ്പോഴാണ്. അതറിഞ്ഞ് ഞാൻ അവിടെ എത്തുമ്പോൾ വൈകിട്ട് കാണാനെത്തുമെന്നറിയിച്ച് നീ എന്നെ മടക്കി അയച്ചു. ഏറെ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരുന്ന ആ വൈകുന്നേരമാണ് ഇനി നമ്മൾ കാണില്ല എന്ന് നീ പറഞ്ഞത്. അമ്മയ്ക്ക് കൊടുത്ത വാക്കിനെക്കുറിച്ച് നീ തുറന്നു പറഞ്ഞു. ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല, എന്തായിരുന്നു നീ എന്നെ ഒഴിവാക്കുവാനുള്ള കാരണം. നീ ഒന്നും പറഞ്ഞില്ല. തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവിടെ നിന്ന് പോയി. ഒടുവിൽ അവസാനമായി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവിചാരിതമായി കണ്ട ആ ദിവസം നീ അപ്പോഴേക്കും മറ്റൊരാളായി കഴിഞ്ഞിരുന്നു. നിന്നോട് സംസാരിക്കാൻ ഞാൻ ഓടിയെത്തിയെങ്കിലും പറയുന്നതൊന്നും കേൾക്കാതെ തിരക്കഭിനയിച്ച് നീ ഒഴിഞ്ഞു മാറി. എൻ്റെ കണ്ണുകളിൽ നോക്കാതിരിക്കാൻ നീ ശ്രദ്ധിച്ചു. കൂട്ടുകാരികൾക്കൊപ്പം നീ നടന്നകന്നു.
ഒന്ന് കാണുവാൻ വേണ്ടി മാത്രം ദിവസങ്ങൾ എണ്ണിക്കഴിഞ്ഞ എന്നെ അത്രമാത്രം നീ വേദനിപ്പിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. അതോ എന്നെപ്പോലെ നീയും വിഷമിച്ചിരുന്നു? അതിനുശേഷം എത്ര വേദനയാണ് ഞാൻ അനുഭവിച്ചതെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ? ഉറങ്ങാത്ത ഒരുപാട് നാളുകൾ. എനിക്കെന്താണ് പറ്റിയതെന്ന് കൂടെയുള്ളവരൊക്കെ ചോദിക്കുമ്പോഴും എനിക്ക് മാത്രം മനസ്സിലായി, നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയതാണ് കാരണമെന്ന്. ഒരാളെ പ്രണയിക്കുമ്പോൾ ലോകം ഒരാളിലേക്ക് ചുരുങ്ങുമെന്നും ഒരാൾ ലോകത്തോളം വികസിക്കുമെന്നും ഏതോ പുസ്തകത്തിൽ വായിച്ചതോർക്കുന്നു. എത്ര ശരിയാണത്! വേർപിരിയലിൻ്റെ വേദന എല്ലാ സീമകളും കടന്നൊരു നാൾ ഞാൻ ധൈര്യം വീണ്ടെടുത്ത് നിന്റെ വീട്ടിലേക്ക് വിളിച്ചു. റിസീവർ എടുത്ത് നിശബ്ദമായി നീ നിന്നു. എൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞിട്ടും റോങ് നമ്പർ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. പഠനത്തിനായി നീ വിദേശത്തേക്ക് പോയത് ചില സുഹൃത്തുക്കളിൽ നിന്നാണ് അറിഞ്ഞത്. നീ വിളിക്കുമെന്ന് പിന്നെയും ഞാൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഒരിക്കൽ പോലും അതുണ്ടായില്ല. പുസ്തകങ്ങളിലും സംഗീതത്തിലും ആശ്വാസം കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചു. അതും ചിലപ്പോൾ ദുഃഖം തന്നെയായിരുന്നു. ചിലത് വായിക്കുമ്പോൾ നിന്നെക്കുറിച്ച് ഓർക്കും. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അത് നിന്നെക്കുറിച്ചാണെന്ന് തോന്നും. എന്തുമാത്രം ഞാൻ വിഷമിച്ചു എന്ന് നിനക്ക് എന്തെങ്കിലും വിചാരമുണ്ടോ? നമ്മളെ അറിയാവുന്നവരുടെ മുൻപിൽ ഒരു പരിഹാസപാത്രമായി തീർന്ന ആ നാളുകളിലൊന്നിൽ ഞാൻ കാര്യങ്ങൾ മറക്കുവാൻ തീരുമാനിച്ചു. ഒരുപാട് കാലം സാധിച്ചിരുന്നില്ല. പിന്നീട് മറ്റൊരു നഗരത്തിലേക്ക് ഞാൻ ജോലി മാറിപ്പോയി. പതുക്കെ ഞാൻ എൻ്റെ ജോലിയിലേക്ക് ശ്രദ്ധ തിരിച്ചു. വർഷങ്ങൾ എത്രയോ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. നിന്റെ വിവാഹം കഴിഞ്ഞെന്ന് ഏറെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. ഇന്ന് നീ ഒരു കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയാണെന്ന് എനിക്കറിയാം. ഞാനും എൻ്റെ ജീവിതവുമായി ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. കാലം അത്രയേറെ യാന്ത്രികമാണെന്ന് അനുഭവങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോഴും ഒരു ദുഃഖം ബാക്കിയാണ്. നിന്റെ ജീവിതത്തിൽ നിന്ന് എന്നെ പടിയിറക്കിയതിൻ്റെ യഥാർത്ഥ കാരണം ഇന്നും എനിക്കറിയില്ല. നീ സന്തോഷവതിയായി ജീവിക്കുന്നുവെന്ന് എനിക്കറിയാം. പക്ഷേ എന്തിനു വേണ്ടിയായിരുന്നു നിന്റെ ജീവിതത്തിൽ നിന്ന് എന്നെ അകറ്റി നിർത്തിയതെന്ന് എപ്പോഴെങ്കിലും നിനക്ക് എന്നോട് പറയണം എന്ന് തോന്നിയിട്ടുണ്ടോ? നിന്നെക്കുറിച്ച് ആലോചിക്കാതെ ഒരു ദിവസവും എൻ്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടില്ല. നിന്റെ ഓരോ ജന്മദിനത്തിലും മനസ്സുകൊണ്ട് ആശംസകൾ നേരാതിരുന്നിട്ടില്ല. കാലം എങ്ങനെയാണ് ഓരോ ജീവിതത്തിലും മുറിവുണക്കുന്നതെന്ന് ഞാനിപ്പോൾ അറിയുന്നു. പക്ഷേ ഒന്നും മറക്കാൻ കഴിയില്ലല്ലോ ഒരിക്കലും. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. എൻ്റെ ഹൃദയം എന്ന് നിന്നെ മറക്കുന്നുവോ അന്നാണ് എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ദിവസം. നീ ഈ കത്ത് വായിക്കുമോ എന്നറിയില്ല. എങ്കിലും ഞാൻ ഒന്നുകൂടി പറയട്ടെ. എനിക്കിപ്പോഴും കണ്ണടച്ചാൽ നിൻ്റെ നുണക്കുഴികൾ കാണാം. നീ ഇപ്പോഴും ചിരിച്ചുകൊണ്ട് മുടി മാടിയൊതുക്കുന്നത് കാണാം. ഞാൻ അന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് കണ്ടതുപോലെ ഇപ്പോഴും ദൂരെ നിന്ന് നിന്നെ കാണുന്നുണ്ട്. എങ്കിലും ഒന്നുകൂടി പറയട്ടെ. നമുക്കേറെ ഇഷ്ടപ്പെട്ട പത്മരാജൻ ഏതോ സിനിമയിലെ സംഭാഷണത്തിൽ പറഞ്ഞ പോലെ, തിരികെ കിട്ടാത്ത സ്നേഹം മനസ്സിൻ്റെ വിങ്ങലാണ്. നിനക്കെല്ലാ സന്തോഷവും ജീവിതത്തിലുണ്ടാവട്ടെ. സ്നേഹപൂർവം. ഒരിക്കൽ നിൻ്റെ മാത്രമായിരുന്ന ഞാൻ.